ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ദീപാവലിയുടെ മഹത്വത്തെക്കുറിച്ചും പ്രദോഷത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും കുറച്ചൊന്ന് സംസാരിക്കണം എന്നാണ് ഈ ഗ്രൂപ്പിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടത്. അതനുസരിച്ചിട്ടാണ് ഇന്ന് FB ലൈവിൽ വരുന്നത്. ഇന്നലെ പ്രദോഷമായിരുന്നു, ഇന്ന് ദീപാവലി. അപ്പം പ്രദോഷത്തിൻ്റെയും ദീപാവലിയുടെയും മഹത്വത്തെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ചിന്തിക്കാം. വളരെ വലിയൊരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. ചുരുങ്ങിയ വാക്കുകളിൽ പ്രദോഷം എന്താണ്, എന്തിനാണ്, ദീപാവലിയുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ ചിന്തിക്കാം. അപ്പം പ്രദോഷം ഇന്നലെയായിരുന്നു. ഒരു മാസത്തിൽ 2 പ്രദോഷങ്ങളാണ് ഉണ്ടാവുക. ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരുന്ന സമയമാണ് പ്രദോഷം. ഈ പ്രദോഷം മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്നാണ് പ്രദോഷത്തിൻ്റെ പിറകിലുള്ള ഒരൈതിഹ്യം. മഹാദേവൻ ആനന്ദ നടനമാടുന്ന സമയമാണ് ഈ പ്രദോഷ സമയം എന്നാണ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പാർവതീദേവി തൻ്റെ ഭർത്താവിൻ്റെ നടനം കണ്ടിരിക്കുന്ന സമയം. ആ പരമശിവൻ്റെ മഹാദേവൻ്റെ ആനന്ദ നടനം കണ്ടുകൊണ്ട് അഖില ദേവന്മാരും സന്തുഷ്ടരായിരിക്കുന്ന സമയം. ആ ഒരു സമയമാണ് പ്രദോഷം എന്ന. അപ്പോൾ ഈ പ്രദോഷ സമയത്ത് മഹാദേവനെ ഉപാസിക്കുന്നത് സകല ദേവന്മാരെയും ഉപാസിക്കുന്ന ഫലത്തെ നൽകും എന്നാണ് പ്രദോഷ മഹിമ പറയുന്ന സമയത്ത് പറയാറ്. അപ്പോൾ മഹാദേവന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് പ്രദോഷം. പ്രദോഷം വ്രതം നോൽക്കുന്നതും മഹാദേവനെ ആരാധിച്ചുകൊണ്ടാണ്. മഹാദേവ ചിന്തയോടുകൂടി മഹാദേവൻ്റെ നാമങ്ങളൊക്കെ ജപിച്ച് ഭക്ഷണം ഒഴിവാക്കി പൂർണ്ണ ഉപവാസമായിട്ടാണ് പ്രദോഷം പൊതുവേ നോൽക്കാറ്. അപ്പോൾ ഈ ഉപവാസമായിട്ട് നോൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ താല്പര്യം നിരന്തരമായ ഈശ്വരചിന്ത ചെയ്യുക എന്നുള്ളതാണ്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈശ്വരചിന്ത ചെയ്യുക, ഉറക്കൊഴിയുക, ഉപവാസം അനുഷ്ഠിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. അതൊരു ചടങ്ങ് പോലെ അനുഷ്ഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ദോഷമുണ്ട് താനും. ഒരു ചടങ്ങ് പോലെ പട്ടിണി കിടക്കുകയും ഉറക്കൊഴിയൊക്കെ ചെയ്ത് അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈശ്വരചിന്ത ചെയ്യുക. നീ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല എങ്കിൽ സാധാരണ ദിവസങ്ങളിൽ ഊണിനും ഉറക്കത്തിനുമാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറെങ്കിൽ അന്ന് അതിന് പ്രാധാന്യം കുറച്ച് കൊടുക്കുകയും ഈശ്വരചിന്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയാണ് വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടത്. ഈശ്വരചിന്ത, ഈ വ്രതങ്ങൾ തപസ്സിൻ്റെ ചെറിയ രൂപങ്ങളാണ്. എന്താണ് തപസ് എന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ തപസ് എന്ന് കേൾക്കുമ്പോൾ കാട്ടിൽ പോയിട്ട് ശരീരം കൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തി, ഒറ്റക്കാലിൽ നിന്നുകൊണ്ടുള്ള വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യം. ആയിരക്കണക്കിന് കൊല്ലം പലരും തപസ് ചെയ്ത കഥകളൊക്കെ നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പം തപസ് എന്ന് കേൾക്കുമ്പോൾ എന്തോ നമുക്കൊന്നും സാധിക്കാത്ത ഒന്നാണ് എന്നൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. എന്താ യഥാർത്ഥത്തിൽ തപസ്? മനസശ്ച ഇന്ദ്രിയാണാം ഐകാഗ്ര്യം പരമം തപ.
മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രത. ആ ഏകാഗ്രതയ്ക്കായി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തപസ്സാണ്. ഏകാഗ്രത എന്ന് വെച്ചാൽ ഒന്നിലേക്ക് അഗ്രമാവുക എന്നാണ് പദത്തിൻ്റെ അർത്ഥം. അപ്പം മനസ്സ് ഇന്ദ്രിയങ്ങൾ ഒന്നിലേക്ക് അഗ്രമാവുക. ഏതൊന്നിലേക്ക് അഗ്രമാവുക? ഏതൊരൊന്നാണോ ഇവിടെ പ്രപഞ്ചത്തിൻ്റെ പരമസത്യമായി ഭാസിക്കുന്നത് ആ ഒന്നിലേക്ക്, അഖണ്ഡമായ സച്ചിദാനന്ദ ബോധത്തിലേക്ക്, ഭഗവാനിലേക്ക് മനസ്സ് ഇന്ദ്രിയങ്ങൾ ഏകാഗ്രമാവുക. അപ്പോൾ മനസ്സിനെ ഭഗവാനിലേക്ക് ഉറപ്പിക്കുന്ന, മനസ്സിനെ ഭഗവാനിലേക്ക് ഏകാഗ്രമാക്കുന്ന ഏതൊരു പ്രവൃത്തിയും തപസ്സാണ്. അതെ, ഇതുപോലുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക എന്നുള്ളത് തപസ്സാണ്. കാരണം ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളിൽ ഭഗവാന്റെ മഹിമയാണ് പറയുക. നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് അഭിമുഖമാവുന്നു. മനസ്സിനെ ഈശ്വരാഭിമുഖമാക്കുന്ന ഏതൊരു പ്രവൃത്തിയും തപസ് എന്ന് ധരിക്കണം. അപ്പം മനസ്സ് ഏകാഗ്രമാവണം, എന്നാലേ ഈശ്വരാനുഭവം ഉണ്ടാവുള്ളൂ. ഇനി ഈശ്വരാനുഭവം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതിപ്പം ഈശ്വരനിലെ താല്പര്യവും വിശ്വാസമൊക്കെ ഉള്ള ആൾക്കാർക്കല്ല ഈശ്വരാനുഭവം ഒരു ലക്ഷ്യമാവുന്നത്. ഇവിടെ സാധാരണ ലൗകികൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ലോകത്തിലുള്ള സാധാരണക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? എന്താ ജീവിത ലക്ഷ്യം? സംശയമില്ലാതെ പറയാം, സുഖം എന്നുള്ളതാണ്. അതിൽ ഒരെതിര് അഭിപ്രായം ഉണ്ടാവില്ല. സുഖായ കർമാണി കരോതി ലോകഃ. എല്ലാവരും സുഖത്തിനായിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. എങ്ങനെയുള്ള സുഖത്തിനായിട്ട്? നിത്യവും നിരന്തരവുമായ സുഖത്തിനായിട്ട്. നമുക്ക് സ്വല്പസമയം മാത്രം സുഖം അതുപോരാ. പിന്നെ കുറച്ച് സുഖം, അത് കഴിഞ്ഞാൽ ദുഃഖം, പിന്നെയും കുറച്ച് സുഖം, അതും പോരാ. നിത്യസുഖം, നിരന്തര സുഖം, നിരതിശയ സുഖം. നിരതിശയ സുഖം എന്ന് വെച്ചാൽ അതിശയിപ്പിക്കുന്ന വേറൊന്നുണ്ടാവരുത്. അതായത് നമ്മളൊരു സുഖം അനുഭവിക്കുന്ന സമയത്ത് അതിനേക്കാൾ കേമായിട്ട് വേറൊരു സുഖം ഉണ്ടെന്ന് കേട്ടാൽ പിന്നെ അത് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടാവുക, അല്ലേ? അപ്പം നിത്യവും നിരന്തരവും നിരതിശയവുമായ സുഖമാണ് നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം. എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത് അതിനാണ്. അത് ഈശ്വരവിശ്വാസം ഉള്ളവരായാലും ഇല്ലാത്തവരായാലും മനുഷ്യർ എന്നല്ല സകല ജന്തുക്കളുടെയും ലക്ഷ്യം സുഖം എന്നുള്ളതാണ്. ഈ സുഖം എവിടെയാ? നമ്മൾ ഇന്ന് കരുതുന്നു സുഖം വിഷയങ്ങളിലാണ് എന്ന്. വസ്തുക്കളിലാണ് സുഖം. ചില വസ്തുക്കൾ ലഭിച്ചു കഴിഞ്ഞാൽ സുഖം. ഇന്നിപ്പം ദുഃഖം ഉണ്ടെങ്കിൽ ചിലത് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ വസ്തുക്കളിലാണ് സുഖവും ദുഃഖവും. ഈ ലോകത്തിലാണ് സുഖവും ദുഃഖവും എന്നാണ് ഇന്ന് ഭൂരിഭാഗം ആൾക്കാരുടെയും ധാരണ. എന്നാൽ ഒന്ന് വിചാരം ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും, വസ്തുക്കളിൽ സുഖവുമില്ല ദുഃഖവുമില്ല. ലോകത്തിൽ സുഖം തരുന്നൊരു വസ്തു ഏതാ ഉള്ളത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് സുഖം തരുന്നൊരു വസ്തു ഉണ്ടാവും, അതും പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ സുഖം തരുന്ന വസ്തു നാളെ ചിലപ്പോൾ അതേ വസ്തു എനിക്ക് ദുഃഖം തന്നേക്കാം, ഇല്ലേ? ഉണ്ട്. ഇപ്പം എനിക്ക് ആധ്യാത്മിക വിഷയങ്ങൾ കേൾക്കുക എന്നുള്ളത് സുഖമാണ്. നമുക്കൊക്കെ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ, ഇങ്ങനെയുള്ള ചിന്തകൾ അത് സുഖത്തെ നൽകുന്നു. എന്നാൽ ലോകത്തിലെല്ലാവർക്കും ഈ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളും ആധ്യാത്മിക ചിന്തകളും സുഖത്തെ നൽകുന്നുണ്ടോ? ഇല്ല. ഈ ഒരു പ്രഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രഭാഷണങ്ങളുടെ മുന്നിൽ 5 മിനിറ്റ് ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ദുഃഖം ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, സുഖം വസ്തുനിഷ്ഠമല്ല, വ്യക്തിനിഷ്ഠമാണ്. അതായത് വസ്തുക്കളിലല്ല സുഖം, നമ്മളിലാണ് സുഖം. ഇനി നമ്മളിലാണ് സുഖം എന്നതിനേക്കാൾ ശരിയാവുക നമ്മളാണ് സുഖം, നമ്മുടെ സ്വരൂപമാണ് സുഖം. നമ്മുടെ സ്വരൂപം അഖണ്ഡമായ സച്ചിദാനന്ദ ബോധം. അത് ആനന്ദമാണ്, ആനന്ദഘനമാണ്. ഇന്ന് വിഷയങ്ങളിൽ നിന്നും സുഖം അനുഭവിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നുവെങ്കിലും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, ആത്മസുഖം അജ്ഞാനം കൊണ്ട് വിഷയങ്ങളിൽ ആരോപിക്കുക. നമ്മൾ ആത്മാനന്ദം ഇന്ന് പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നത് മനസ്സിൽ അജ്ഞാനം ഉള്ളതുകൊണ്ടാണ്.
അജ്ഞാനജന്യ സങ്കല്പങ്ങളുള്ളതുകൊണ്ടാണ്, രാഗദ്വേഷങ്ങളുള്ളതുകൊണ്ടാണ്, അതിൽ നിന്നും ഉണ്ടാകുന്ന കാമക്രോധാദികൾ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ, അതൊക്കെ മാറിയാൽ പരമമായ ആനന്ദം, ആ സ്വരൂപാനന്ദം പ്രകടമാവും. അപ്പം ഇന്ന് ഒരു വിഷയം നമ്മളെ സുഖിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ഒന്ന് ചിന്തിച്ച് നോക്കുക, അവിടെ ആ വിഷയമാണോ സുഖിപ്പിക്കുന്നത് എന്ന്. അല്ലാന്ന് മനസ്സിലാവും. എനിക്കിഷ്ടപ്പെട്ടൊരു വിഷയം കിട്ടി, നല്ല സുഖമാണ് ഇപ്പം. അവിടെ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടാവുന്നത്? ആ വിഷയം പ്രതി മനസ്സ് ഏകാഗ്രമാവുന്നു, മറ്റ് സങ്കല്പങ്ങളൊക്കെ ഇല്ലാതെയാവുന്നു. അവിടെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ, അന്യസങ്കല്പങ്ങൾ നീങ്ങുമ്പോൾ ആത്മാനന്ദം സ്ഫുരിക്കുന്നു. അതാണ് സുഖം, അല്ലാതെ ആ വസ്തുവിലല്ല. ആ വസ്തുവിലാണെങ്കിൽ ഈ സുഖം അളവിൽ കുറവില്ലാതെ എപ്പോഴും ഉണ്ടാവണം, അതില്ലല്ലോ. ഇഷ്ടപ്പെട്ടൊരു വസ്തു ഇന്ന് കിട്ടിയപ്പോൾ നല്ല സുഖം, 4 ദിവസം കഴിഞ്ഞാൽ ആ സുഖം ഉണ്ടോ? ഇല്ല. 4 ദിവസം കൂടി കഴിഞ്ഞാൽ ചിലപ്പം ദുഃഖമാവും അതിൻ്റെ സാന്നിധ്യം കൊണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പം സുഖം മനസ്സ് ഏകാഗ്രമാകുമ്പോഴാണ്, മനസ്സ് ശാന്തമാകുമ്പോഴാണ് ഉണ്ടാകുന്നത്. നമ്മളൊക്കെ ഏറ്റവും അധികം സുഖം അനുഭവിക്കുന്നത് എപ്പോഴാണ്? സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയാറില്ലേ? സുഷുപ്തിയിൽ, അല്ലേ? സുഷുപ്തിയിൽ നമ്മുടെ സ്വരൂപവുമായി ഏറ്റവും അടുക്കുകയാണ്. ആ ആനന്ദ സ്വരൂപവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി. ഒരു ഇരുണ്ട മറ ഉണ്ട്, അതാണ് പ്രശ്നം. ആ ഇരുണ്ട മറ ജാഗ്രത്തിനും സ്വപ്നത്തിനും കാരണമായിട്ടുള്ള അവിദ്യയാണ്. ജാഗ്രത്തും സ്വപ്നവും കൂടി കട്ടിപിടിച്ച് ഒരു ഇരുണ്ട മറയായിട്ട് സുഷുപ്തിയിലുണ്ട്. അതുകൊണ്ട് അറിയുന്നില്ല. എന്നാലും ഉണർന്നതിന് ശേഷം സ്മരണയുണ്ടാവുന്നുണ്ട്. സുഖമായിട്ട് ഉറങ്ങി അനുഭവിക്കാത്തൊന്ന് സ്മരണയായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെ സുഖിപ്പിക്കാൻ ഒന്നുമില്ലായിരുന്നോ? ഉറക്കത്തിൽ എന്തെങ്കിലും ഉണ്ടോ സുഖിപ്പിക്കാൻ? ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? ഒരു വിഷയവുമില്ല, ഞാൻ മാത്രം. അപ്പോൾ ഞാനിൽ നിന്നപ്പോഴാണ് പരമമായ സുഖം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അല്ലേ? മനസ്സ് ശാന്തമാകുന്ന സമയത്ത് ഉണ്ടാവുന്ന സുഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇടയ്ക്കൊക്കെ നമുക്ക് കിട്ടാറില്ലേ? ഉണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ നിരീക്ഷിക്കാഞ്ഞിട്ടാണ്. നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇടയ്ക്കൊക്കെ മനസ്സ് ശാന്തമാവാറുണ്ട്. ആ ശാന്തമാവുന്ന സമയത്തുള്ള സുഖം. അപ്പോൾ എപ്പോഴും മനസ്സ് ശാന്തമായിട്ടുള്ള ആളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അസത്യസങ്കല്പങ്ങളൊന്നുമില്ല, കാമക്രോധാദികളില്ല, മനസ്സ് ശാന്തം, ആത്മാനന്ദം നിറഞ്ഞു പ്രകാശിക്കുന്നു. പരമമായ സത്യം അവിടെ നിറഞ്ഞു പ്രകാശിക്കുന്നു. ഉള്ളിലും പുറമെയും ആ പരമമായ സത്യം, ഭഗവാൻ, ഈശ്വരൻ, ബ്രഹ്മം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ അഖണ്ഡ ബ്രഹ്മബോധം. ഇതാണ് സത്യസാക്ഷാത്കാരം, മോക്ഷം. ഇതാണ് ഒരു ജീവൻ്റെ ലക്ഷ്യം. നമ്മൾ അന്വേഷിക്കുന്ന നിത്യമായ ആനന്ദം ഇവിടെയാണ്. അപ്പോൾ അതിനെന്താ വേണ്ടത്? ഈ ആത്മാനന്ദം അനുഭവിച്ച ആത്മാവിൽ ആത്മാവായി നിൽക്കാൻ, സത്യത്തിൽ സത്യമായി നിൽക്കാൻ മനസ്സ് ശാന്തമാവണം. രാഗദ്വേഷങ്ങൾ, ചിലതിനോടുള്ള ഇഷ്ടം, ചിലതിനോടുള്ള ഇഷ്ടക്കേട്, അത് ഇല്ലാതെയാവണം. കാമക്രോധാദികളപ്പോൾ ഇല്ലാതെയാവും. അപ്പം അതിനു വേണ്ടിയാണ് അനുഷ്ഠാനങ്ങൾ, സാധനകളൊക്കെ ഇവിടെ വിധിച്ചിട്ടുള്ളത്. എല്ലാ സാധനകളുടെയും ഒരേ ഒരു ലക്ഷ്യം ചിത്തശുദ്ധി എന്നുള്ളതാണ്. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തൂപലബ്ധയേ എന്ന് ആചാര്യസ്വാമികൾ. ചിത്തശുദ്ധിക്കായിട്ടാണ് എല്ലാ കർമ്മങ്ങളും. ഇവിടെ തപസ്സിൻ്റെയും ലക്ഷ്യം എന്താണ്? ചിത്തശുദ്ധി. തപസ്സെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈശ്വരാഭിമുഖമാക്കുന്ന മനസ്സിനെ സത്യാഭിമുഖമാക്കുന്ന, മനസ്സിലെ വിഷയസങ്കല്പങ്ങൾ നീക്കുന്ന എല്ലാ കർമ്മങ്ങളും തപസ്സാണ്. അപ്പം വിഗ്രഹാരാധന തപസ്സാണ്, നാമജപം തപസ്സാണ്, പൂജ ചെയ്യുന്നത് തപസ്സാണ്, പ്രഭാഷണം കേൾക്കുന്നത് തപസ്സാണ്. ഈ വ്രതങ്ങളും തപസ് തന്നെയാണ്. മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ നമ്മുടെ വശത്തിലാക്കുക. ഇന്നിപ്പം അവയുടെ വശത്തിലാണ് നമ്മൾ. കണ്ണും മൂക്കും നാക്കും തൊക്കും ചെവിയൊക്കെ നമ്മളെ പിടിച്ചു വലിക്കുകയാണ് 4 ഭാഗത്തേക്ക്, അല്ലേ? അതെ. അവയെ സന്തോഷിപ്പിച്ചിട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ്. എന്നാൽ അവയ്ക്ക് കുറേയൊക്കെ കൊടുത്തിട്ട് അവയ്ക്ക് തൃപ്തിയായി വെച്ചാലോ കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. ഇതോട്ട് അതും ഉണ്ടാവുന്നില്ല. എത്ര കണ്ടിട്ടും കണ്ണിന് തൃപ്തിയില്ല, എത്ര കേട്ടിട്ടും ചെവിക്ക് തൃപ്തിയാവുന്നില്ല. നീ കേൾക്കണം എന്നാണ്.
ആലോചിച്ച് നോക്കൂ, ദുരന്തമാണ് ഇങ്ങനെയുള്ള ജീവിതം. ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിന് വശംവദനായിക്കൊണ്ടുള്ള ജീവിതം ദുരന്തമായി തീരും. ദുരന്തം എന്ന് വെച്ചാൽ ദുഃഖപര്യവസായി എന്നർത്ഥം. അവസാനം മരിക്കാനാവുമ്പോഴും കണ്ണും മൂക്കും നാക്കും തൊക്കും ചെവിയൊക്കെ വിഷയങ്ങളെങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സ് വിഷയത്തെ സ്മരിച്ചുകൊണ്ടിരിക്കും, വിഷയത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചങ്ങ് മരിക്കുക. ജനിച്ചിട്ട് എന്ത് കാര്യം, ജനിച്ചിത്രയും കാലം ജീവിച്ചു, മരിക്കുമ്പോഴോ ഇങ്ങനെ അസംതൃപ്തിയോടുകൂടി സങ്കടപ്പെട്ട് കരഞ്ഞു മരിക്കുക. ആ ജീവിതമാണ് ദുരന്തം. ആസക്തികൾക്ക് അടിപ്പെട്ട്, ഇന്ദ്രിയ മനസ്സുകൾക്ക് അടിപ്പെട്ട് മരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ വ്രതങ്ങൾ, ഉപാസനകൾ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമായി വരും, ശുദ്ധമായി വരും. വ്രതങ്ങളൊക്കെ ചിട്ടയോടുകൂടി, നിഷ്ഠയോടുകൂടി, ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുമ്പോൾ മനസ്സ് ശാന്തമാവും, സംശയമില്ല. അപ്പോൾ അതിനായിട്ടാണ് ഈ വ്രതങ്ങൾ. എത്രയാണ് നമുക്ക് വ്രതങ്ങൾ ആലോചിച്ച് നോക്കൂ. ആചാര്യന്മാർ നിർദ്ദേശിച്ച വ്രതങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വ്രതം തന്നെയായിരിക്കും. ഒന്നല്ലെങ്കിൽ വേറൊരു വ്രതമായിരിക്കും, അല്ലേ? ഒന്നെങ്കിൽ ആഴ്ച വ്രതങ്ങൾ, തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതം, എല്ലാ ആഴ്ചയും വ്രതം ആയിട്ട് പറയാറുണ്ട്, ഇല്ലേ? ഉണ്ട്. പിന്നെ തിഥി വ്രതങ്ങൾ, ഷഷ്ഠി വ്രതം, വാവ് വ്രതം, ഏകാദശി വ്രതം, പിന്നെ അങ്ങനെ വിശേഷങ്ങളായി വരുന്ന വ്രതങ്ങൾ, പ്രദോഷ വ്രതം, നവരാത്രി വ്രതം, ശിവരാത്രി വ്രതം. അപ്പോൾ ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധയോടുകൂടി, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരചിന്ത, അതാണ് പ്രധാനം. അല്ലാതെ ഇന്ന് നമ്മളിൽ പലരും ഏകാദശി നോൽക്കുന്ന പോലെ ഏകാദശി നോറ്റിട്ട് വലിയ കാര്യമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഏകാദശി നോൽക്കൽ എങ്ങനെയാണ്? ഏകാദശിക്ക് അരിഭക്ഷണം പാടില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അരിഭക്ഷണം ഒഴിവാക്കും, എന്നിട്ടോ സാധാരണ അരിഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇരട്ടി ഗോതമ്പും പഴങ്ങളും മറ്റു സാധനങ്ങളും കഴിക്കും, എന്നിട്ട് കിടന്നുറങ്ങും ചെയ്യും. എന്ത് കാര്യമുള്ളൂ? അപ്പോൾ അവിടെ ഭക്ഷണം ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം നിയന്ത്രിക്കുക. അപ്പം ഈ ഭാഗവത മാഹാത്മ്യം പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, ലളിതമായ ഭക്ഷണമേ കഴിക്കാവൂ, കുറച്ചേ ഭക്ഷണം കഴിക്കാവൂ എന്ന്. അതിന് കാരണവും പറയുന്നുണ്ട്. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരുന്നതാണ്. ഇത് തമാശയായിട്ട് പറയുക മാത്രമല്ല, ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ നമുക്കറിയാം തളർച്ച വരും, അവിടെ ധ്യാനമോ ഈശ്വരാരാധനയൊന്നും നടക്കില്ല. അപ്പോൾ ഭക്ഷണത്തെ നിയന്ത്രിക്കുക. പിന്നെ ഭക്ഷണത്തിനനുസരിച്ചിട്ടാണ് സ്വഭാവം. അപ്പോൾ സാത്വികമായ ഭക്ഷണം കുറച്ച് കഴിക്കുക, പറ്റുമെങ്കിൽ ഉപവാസം, പറ്റില്ല എങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുക, സാത്വികമായ ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് വ്രത ദിവസങ്ങളിൽ വേണ്ടത്. ഇനി പ്രദോഷ ദിവസം ശിവചിന്ത ചെയ്യുക, നമശിവായ നാമം ജപിക്കുക. പ്രദോഷം അന്നത്തെ ദിവസം രാവിലെ ഉണർന്ന് എണീറ്റാൽ ഉറങ്ങുന്നത് വരെ, ഉറക്കൊഴിഞ്ഞ് നോൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, വിരോധമൊന്നുമില്ല, നല്ലത്. എന്തായാലും പൂർണ്ണ സമയം നാമം ജപിക്കുക. ശ്രമിച്ചു നോക്കുക, ഒരു ദിവസം മുഴുവൻ നാമം ജപിക്കുക. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വ്യവഹാര വർത്തമാനമൊക്കെ പറയണേ പറഞ്ഞോളൂ, വിരോധമൊന്നുമില്ല. എന്നാലും കുറയ്ക്കുക, പറ്റുവെച്ചാൽ മൗനവ്രതമൊക്കെ എടുക്കുക. മൗനവ്രതം എന്ന് വെച്ചാൽ മറ്റവനോട് വർത്തമാനം പറയാതിരിക്കുക, നാമം ജപിക്കുക. അങ്ങനെ ഒരു ദിവസം പരീക്ഷണാടിസ്ഥാനത്തിലൊന്ന് എടുത്തു നോക്കൂ. ഒരു ദിവസം ഭക്ഷണം ഉറക്കമൊക്കെ ഉപേക്ഷിച്ചിട്ട് പരമേശ്വര നാമങ്ങൾ മാത്രം ജപിച്ച്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്നു, ഈ ഭക്ഷണം ഉറക്കം ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ആപേക്ഷികമാണ്. നമ്മുടെ ശരീരത്തെ മറന്നുകൊണ്ട് ഇങ്ങനെ സാഹസ പ്രവൃത്തികളായിട്ടൊന്നും ചെയ്യരുത്. നമുക്ക് പറ്റുമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അതിലേക്കാവും ശ്രദ്ധ. അങ്ങനെയുണ്ട്. ചിലവർ കേമായിട്ട് ഉപവാസം എടുക്കും. എന്താണ് ഏകാദശി, ഞാൻ ഉപവാസ. രാവിലെ 8:30 കഴിഞ്ഞാൽ മനസ്സിൽ ചിന്ത മുഴുവൻ അടുക്കളയിൽ നിന്നും മൂക്കിലേക്ക് എത്തുന്ന ഇഡ്ഡലിയുടെയും സാമ്പാറിൻ്റെയും വാസനയ്ക്ക് മുകളിൽ അതിനെ പറ്റിയിട്ട്, ഇഡ്ഡലിയെ പറ്റിയിട്ട്, സാമ്പാറിനെ പറ്റിയിട്ട്, ഉച്ചയ്ക്ക് ചോറിനെ പറ്റിയിട്ട്, വൈകുന്നേരം ആകുമ്പോഴേക്ക്, വൈകുന്നേരം ഒന്നും ആവണ്ട, ഉച്ച കഴിയുമ്പോഴത്തേക്കിങ്ങനെ ശപിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഏതൊരു കുരുത്തം കേട്ട സമയത്താണ് ഈശ്വര ഈ വ്രതം ഉപവാസമായിട്ട് നോൽക്കാൻ തീരുമാനിക്കാൻ തോന്നിയത്? ഇതൊരു കഷ്ടം, അതൊന്നും തീരണ്ടേ ദുരിതം. നാളെ രാവിലെ ആവണ്ടേ തിന്നാൻ എല്ലാവരോടും പറഞ്ഞും പോയേ. ഇനിയിപ്പം മുറക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ മോശമെന്ന് പറയില്ലേ? ഇങ്ങനെ ഭക്ഷണചിന്ത ചെയ്തിട്ടും ദുരിതം എന്നുള്ള ഭാവത്തിലും ശപിച്ചും കൊണ്ടൊക്കെ വ്രതം അനുഷ്ഠിച്ചിട്ട് എന്ത് കാര്യമുള്ളൂ? ഒരു കാര്യമില്ല. അപ്പം നമ്മുടെ ശരീരം സമ്മതിക്കും പോലെ ആണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. പറ്റുമെങ്കിൽ ഉപവാസം, ഈശ്വരചിന്ത നടക്കണം, അതാണ് പ്രധാനം. അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാലും ഈശ്വരചിന്ത നടക്കാൻ പ്രയാസമാണ്. ഒട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും സാധാരണക്കാർക്ക് പ്രയാസമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ യുക്താഹാര യുക്തജ്യേഷ്ഠ എന്നൊക്കെ പറഞ്ഞത്.
യുക്താഹാരനാവുക, യുക്തചേഷ്ടനാവുക, ഭക്ഷണം നിയന്ത്രിക്കുക, സാത്വികമായ ഭക്ഷണം കഴിക്കുക, ഈശ്വരചിന്ത ചെയ്യുക, നാമങ്ങൾ ജപിക്കുക. അങ്ങനെയാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടത്. ഭൗതികങ്ങളായ പല ലാഭങ്ങൾ ഈ പ്രദോഷത്തിൻ്റെ ഫലങ്ങളായിട്ട് പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട. ഇപ്പോൾ ഭൗതിക ലാഭങ്ങൾ കുറേ ഉണ്ടായി, മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലില്ല, എന്ത് കാര്യമുള്ളൂ? എത്രയോ കോടീശ്വരന്മാരുണ്ട്, എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ ശനിയാഴ്ചയും കൗൺസിലിങ്ങിന് പോകുന്ന ആൾക്കാർ കോടീശ്വരന്മാരാണ്. പക്ഷേ സമാധാനമില്ല. കോടിക്കണക്കിന് ഉറുപ്പ്യ അക്കൗണ്ടിലുണ്ട്, സമാധാനമില്ല. പിന്നെ ആ ഉറുപ്പ്യയെ കൊണ്ട് എന്ത് കാര്യമുള്ളൂ? നമ്മൾ ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് മനസ്സിൻ്റെ ശാന്തിക്ക്, സമാധാനത്തിന്. ഭൗതികമായി ഒക്കെ കേമാണ്, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്, മനസ്സിന് സുഖമില്ല. ഭഗവാൻ ഗീതയിൽ അർജുനോട് ചോദിക്കുന്നുണ്ട്, അശാന്തസ്യ കുതസുഖം എന്ന്. അശാന്തന് എവിടെയാണ് സുഖം ഉണ്ടാവുക എന്ന്. അതെ, മനസ്സിൻ്റെ ശാന്തിയാണ് പ്രധാനം. ഭൗതിക ലാഭങ്ങൾ, ഭൗതിക വിഷയങ്ങളൊക്കെ ഇന്നുണ്ടെങ്കിൽ നാളെ പോകുന്ന അല്ലേ? ഇന്ന് കോടീശ്വരനായി നാളെ എരപ്പാളിയാവാം, അതിനൊന്നും അധികം സമയമൊന്നും വേണ്ട. അപ്പം അതിലേക്കല്ല ശ്രദ്ധ വേണ്ടത്. ഈ ഭൗതിക ലാഭങ്ങളെയൊക്കെ ഫലങ്ങളായി പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമുക്കിതൊക്കെയാണ് കേമം. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയെങ്കിലും ഈശ്വരചിന്ത ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ ലക്ഷ്യം വെച്ചിട്ടല്ല, ഭൗതിക ലാഭങ്ങളെ ലക്ഷ്യം വെച്ചിട്ടല്ല ഈ സാധനകളൊന്നും ചെയ്യേണ്ടത്. സാധനകൾ ഒന്നും ലക്ഷ്യം വെച്ചിട്ട് ചെയ്യേണ്ടതല്ല. അതാണ്, ഒന്നും ലക്ഷ്യം വെച്ചിട്ട് ചെയ്യേണ്ടതല്ല. ഇനി മനഃശുദ്ധി, മനസ്സിൻ്റെ ഏകാഗ്രത, അതും വേണ്ട. സാധനയ്ക്കായിട്ട് ചെയ്യാം. നാമജപം എന്തിനാ? മനസ്സ് ശാന്തമാവാൻ. മനസ്സ് ശാന്തമാവാൻ നാമം ജപിക്കുക. കുറച്ച് ജപിച്ചിട്ട് മനസ്സ് ശാന്തമാവുന്നില്ല എന്നുകൊണ്ട് അവിടെ നിർത്തും. അതാണ് ഉണ്ടാവുക. ചിലവരുണ്ട്, ഞാനിപ്പം കുറേ നാമം ജപിച്ചു, ലേശം കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്, അല്ലെ തിരുമേനി പറഞ്ഞതുപോലെ നാമം ജപിച്ചിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഇവൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ കോൺസെൻട്രേഷൻ എവിടുന്നാ വരിക എന്നുള്ളതായിരുന്നേ. അതല്ല വേണ്ടത്. നാമം ജപിക്കുമ്പോൾ നാമത്തിന് വേണ്ടി നാമം ജപിക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട. മനസ്സ് എന്തോ ആവട്ടെ, എന്തെങ്കിലും ചിന്തകൾ വന്നോട്ടെ, പോയിക്കോട്ടെ, ഒന്നും ചിന്തിക്കുക വേണ്ട. ചിലവർക്ക് അങ്ങനെ ഉണ്ട്, ഈശ്വര ഞാൻ നാമം ജപിക്കുന്നു, എന്നിട്ട് എൻ്റെ മനസ്സിൽ ഭഗവാൻ വരുന്നില്ലല്ലോ, വേറെ എന്തെങ്കിലുമൊക്കെയാണല്ലോ വരുന്നത്, വന്നോട്ടെ എന്ന്. നമ്മളതിനെ ഗൗനിക്കേണ്ട. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു, നമുക്കിഷ്ടമില്ലാത്ത ആളാണ്, നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അയാളങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. ഇതേപോലെ മനസ്സിൽ നിന്നും വേറിട്ട് നിന്ന് നാമം ജപിക്കുക, അല്ലെങ്കിൽ ഈശ്വരചിന്ത ചെയ്യുക. വിഷമിക്കൊന്നും വേണ്ട. മനസ്സെന്ന് പറഞ്ഞാൽ എത്രയോ ജന്മങ്ങളിലായി ഉള്ള സാധനമാണ്. അവിടെയൊക്കെ കണ്ടതും കേട്ടതും ശീലിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. അതൊക്കെ ഈ അനുകൂല സാഹചര്യങ്ങളിൽ ചിന്തകളായിട്ടൊക്കെ വരും. അതൊക്കെ വരുന്ന സമയത്ത് ഈശ്വര ഞാൻ ഇത്രയൊക്കെ മോശമാണല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. അതിനെ ഗൗനിക്കാതിരിക്കുക, സാധനയിൽ മുഴുകുക, നാമം ജപിക്കുമ്പോൾ നാമത്തിൽ നിൽക്കുക. അപ്പം അങ്ങനെയാണ് വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടത്. പ്രദോഷവ്രതവും ഇങ്ങനെ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കേണ്ടുന്ന ഒരു വ്രതമാണ്. 2 പ്രദോഷങ്ങളാണ് ഒരു മാസത്തിലുണ്ടാവുക എന്ന് പറഞ്ഞു. അതിൽ വിശിഷ്ടമായ പ്രദോഷം കറുത്തപക്ഷത്തിലെ പ്രദോഷം ആണെന്നാണ് പറയുക. അതിൽ തന്നെ ശനിയാഴ്ചയും പ്രദോഷവും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിവിശേഷമാണെന്ന് പറയും. ഇനി അതും നമ്മളൊന്ന് ചിന്തിക്കണം. ഈ ചില കാലം, ചില സമയമൊക്കെ വിശേഷമാണ് എന്ന് പറയാൻ കാരണം എന്താ? അപ്പോൾ ഉത്തരായന കാലം വിശേഷപ്പെട്ട കാലമാണെന്നാണ്. ഭീഷ്മർ ഉത്തരായന കാലത്തിന് വേണ്ടി കാത്തു കിടന്നു എന്നാണ്. അങ്ങനെയല്ലേ കഥ? അതെ, ഉത്തരായന കാലത്ത് മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, അതിനുവേണ്ടി കാത്തു നിന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു കാലത്ത് മരിച്ചാൽ, ഒരു സമയത്ത് മരിച്ചാൽ കിട്ടുന്നതാണോ ഈ മോക്ഷം? ആത്യന്തികമായിട്ട് മോക്ഷം കിട്ടേണ്ടതല്ല. ഇനിയിപ്പം വിദേഹമോക്ഷമാണെങ്കിൽ തന്നെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ആ പരമമായ ചൈതന്യത്തിൽ ലയിക്കുക, വീണ്ടും ഒരു ശരീരം സ്വീകരിക്കാതെ വരെ എപ്പോഴാണ്? വാസനകൾ ക്ഷയിച്ച ബ്രഹ്മചിന്തയോടുകൂടി, ഭഗവത് ചിന്തയോടുകൂടി ശരീരം ഉപേക്ഷിക്കാൻ കഴിയുമ്പോഴാണ് ഇനിയൊരു ജന്മമില്ലാതെ ഭഗവാനിലേക്ക് ലയിക്കുക. അതിപ്പോൾ ഏത് ദേശത്ത് ഏത് കാലത്തായാലും സംശയമില്ല, രണ്ടാമത് ജനിക്കേണ്ടി വരില്ല. ഈശ്വരചിന്തയോടുകൂടിയാണ് ശരീരം ഉപേക്ഷിക്കുന്നതെങ്കിൽ ഭഗവാനിലെത്തും. ഇനി ലോകചിന്തയോടുകൂടിയാണ്, വിഷയചിന്തയോടുകൂടിയാണ് ശരീരം ഉപേക്ഷിക്കുന്നതെങ്കിൽ ഏത് പ്രദോഷ ദിവസമായാലും ഏകാദശി ദിവസമായാലും കാര്യമൊന്നുമില്ല. ആ വാസനയ്ക്ക് അനുസരിച്ച് വീണ്ടും ജനിക്കേണ്ടി വരും, കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. അങ്ങനെയാണെന്നിരിക്കെ ചില പ്രത്യേക സമയങ്ങളെ പ്രധാനമായിട്ട് പറയാൻ കാരണം എന്താ? അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ സൽക്കർമ്മങ്ങളിലേക്ക്, സാധനകളിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചില പ്രത്യേക ദേശങ്ങൾ, ചില പ്രത്യേക കാലങ്ങൾ ശ്രേഷ്ഠങ്ങളാണ്. അവിടെ ചെയ്യുന്ന ഈശ്വരോപാസനകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്, മഹിമയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ലൗകികർക്ക് ഒരു താല്പര്യം കൂടുതലുണ്ടാവും. എന്നാൽ അന്ന് ചെയ്യാം. എല്ലാ ദിവസവും നാമം ജപിക്കുക, വ്രതം എടുക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മളതങ്ങ് വേണ്ടാന്ന് വയ്ക്കും.
എന്നാൽ ചില പ്രത്യേക സമയത്ത് ചെയ്യുമോ, ചില പ്രത്യേക ലാഭങ്ങളുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു താല്പര്യം ഉണ്ടാവും. അതാണ് പ്രധാന ഉദ്ദേശ്യം. ഇപ്പോൾ രാമായണ മാസം പലരുടെയും ധാരണ കർക്കിടക മാസത്തിൽ മാത്രമേ ഇത് വായിക്കാവൂന്നാ. 31 കഴിഞ്ഞാൽ അല്ലെങ്കിൽ 32 കഴിഞ്ഞാൽ പിറ്റേ ദിവസം വായിച്ചാൽ എന്തോ അപകടം ഉണ്ടാവുന്നതാണ്. എല്ലാ ദിവസവും വായിക്കേണ്ടതാണ് രാമായണം, എല്ലാ ദിവസവും വായിക്കേണ്ടതാണ്. എല്ലാ ദിവസവും വായിക്കാൻ പറഞ്ഞാൽ വായിച്ചോളന്നില്ല. അപ്പോൾ ഒരു പ്രത്യേക മാസം അതിനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു വായിക്കൂ. ചിലർ ചോദിക്കാറുണ്ട്, തിരുമേനി ചിങ്ങമാസത്തിൽ രാമായണം വായിക്കാൻ പാടുണ്ടോ? എപ്പോഴും വായിക്കേണ്ടതാണ് രാമായണം അല്ലേ? അതെ, ശരി. അപ്പം ഈ വ്രതങ്ങളുടെയൊക്കെ ഉദ്ദേശ്യം മനസ്സിനെ ഈശ്വരനിലേക്ക് അഭിമുഖമാക്കുക, ഇന്ന് മനസ്സിലുള്ള വിഷയസങ്കല്പങ്ങൾ ഇല്ലാതെയാക്കുക, കാമക്രോധാദികളൊക്കെ ഇല്ലാതെയാക്കിയിട്ട് മനസ്സിനെ ശുദ്ധമാക്കുക, ഈശ്വരീയ സംസ്കാരം മനസ്സിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ബോധ്യത്തോടു കൂടി വേണം വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ. അപ്പോൾ പ്രദോഷവ്രതവും അങ്ങനെ തന്നെ വേണം അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ പ്രദോഷത്തെക്കുറിച്ചിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് ചിന്തിക്കാം. വലിയൊരു പ്രഭാഷണത്തിന് തുനിയുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. ശരി, കുറച്ച് ദീപാവലിയുടെ മഹത്വത്തെ ചിന്തിച്ചിട്ട് നമുക്ക് നിർത്താം. അപ്പം ദീപാവലി ഭാരതം മുഴുവൻ കൊണ്ടാടുന്ന ഒരാഘോഷമാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർ, ദക്ഷിണേന്ത്യയിലേക്കാൾ കേമം ഉത്തരേന്ത്യയിലാണ് ദീപാവലി ദിവസം. 5 ദിവസമായിട്ട് ദീപാവലി അവരവിടെ ഗംഭീരമായിട്ട് കൊണ്ടാടുന്നു. അതെ, തുലാമാസത്തിലെ കറുത്ത വാവാണ് ദീപാവലി. ഈ ദീപാവലി ദിവസം അതിഗംഭീരമായിട്ട് ഉത്തരേന്ത്യയിൽ ദീപാവലി ആഘോഷങ്ങൾ നടക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുന്നു, ഇപ്പോൾ കേരളത്തിലും ദീപാവലി ആഘോഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഈ ദീപാവലി ആഘോഷത്തിന് അത്ര പ്രാധാന്യം ഇല്ലായിരുന്നു. ദീപാവലി ആണെന്ന് അറിയുക ബേക്കറിയിലേക്ക് നോക്കിയാൽ മാത്രമായിരുന്നു. അവിടെ ഈ പെട്ടികൾ കാണാൻ പറ്റും, ദീപാവലി മിഠായി. അപ്പോൾ കേരളീയൻ്റെ ദീപാവലി ഈ അടുത്ത കാലത്ത് വരെ ദീപാവലി മിഠായിയിൽ ഒതുങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ഈ വടക്കൻ ഭാഗത്തേക്ക്, ഞങ്ങളുടെ ഈ കോഴിക്കോട് ഈ വടക്കൻ ഭാഗത്തേക്ക്, തെക്കൻ ഭാഗത്തേക്ക് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കലൊക്കെ കുറച്ചും കൂടി ഉണ്ട്. വടക്കൻ ഭാഗത്ത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കലൊന്നും ഇന്നുമില്ല. വിളക്ക് കത്തിച്ച് വയ്ക്കലൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തെക്കൻ ഭാഗത്ത് വിഷുവിന്, ഇവിടെ വിഷുവിനാണ് പടക്കം പൊട്ടിക്കലൊക്കെ കേമായിട്ടുള്ളത്. അതേപോലെ തെക്കൻ ജില്ലകളിൽ ദീപാവലിക്കാണ് പ്രാധാന്യം. അപ്പോൾ ദീപാവലി എന്ന പദത്തിൻ്റെ അർത്ഥം ദീപങ്ങളുടെ ആവലിയാണ്. ആവലി എന്ന് വെച്ചാൽ നിര എന്നാണ് അർത്ഥം. ദീപങ്ങളുടെ നിര, ദീപം കത്തിച്ച് വയ്ക്കുന്ന, ദീപം കത്തിച്ച് വെച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ആഘോഷം. ദീപത്തിനാണ് അവിടെ പ്രാധാന്യം. ദീപം, വിളക്ക് ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. വെളിച്ചം ജ്ഞാനത്തിൻ്റെ പ്രതീകവും ഇരുട്ട് അജ്ഞതയുടെ പ്രതീകവുമാണ്. നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. അജ്ഞതയെ ഇരുട്ടായിട്ടാണ് പറയുക. തമോന്ധം എന്നൊക്കെ പറയും. തമസ്, അന്ധമായ തമസ്, അത് അജ്ഞതയാണ്. അപ്പം അജ്ഞതയെ ഇരുട്ടായിട്ടും ജ്ഞാനത്തെ വെളിച്ചമായിട്ടും ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറയുന്നു. അപ്പോൾ ദീപാവലി വെളിച്ചത്തിൻ്റെ ആഘോഷമാണെന്ന് പറയുമ്പോൾ വെളിച്ചം ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നു. അപ്പം അജ്ഞതയ്ക്ക് മുകളിൽ ജ്ഞാനം നേടുന്ന വിജയം. ജ്ഞാനം പ്രകാശിക്കുമ്പോൾ അജ്ഞതയ്ക്ക് അവിടെ സ്ഥാനമില്ല. ഇരുട്ടും വെളിച്ചവും പോലെയാന്ന് പറഞ്ഞല്ലോ. വെളിച്ചം വന്നാൽ ഇരുട്ടിന് സ്ഥാനമില്ല. അപ്പോൾ ദീപാവലിക്ക് വിളക്കുകൾ കത്തിച്ച് വെച്ച് ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പുറമെ വിളക്കുകളൊക്കെ കത്തിച്ച് വയ്ക്കണം, ഉള്ളിൽ വിളക്ക് തെളിയണം, ആത്മപ്രദീപം തെളിയണം. ആത്മപ്രദീപം തെളിയണമെങ്കിൽ, ആത്മപ്രദീപം ഇപ്പം കത്തുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടെങ്കിൽ അവിടെ അത് ആത്മാവാണ്, ഞാൻ എന്നുള്ള ബോധം. പക്ഷെ ഇന്ന് അത് അറിയുന്നില്ല. പഴയ റാന്തൽ വിളക്ക് ഓർമ്മല്ലേ? ആ റാന്തൽ വിളക്കിൻ്റെ പുറമെയുള്ള ചില്ല് കരി പിടിച്ചതാണെങ്കിൽ മുത്തശ്ശിമാരൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ അത് തുടച്ച് വൃത്തിയാക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ 2 ദിവസം തുടച്ച് വൃത്തിയാക്കിയില്ല എന്ന് വിചാരിക്കുക. വിളക്ക് എവിടെയും ചോദിക്കുന്നുണ്ട്. അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടല്ലോ, എവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്?
കത്തിച്ച് വെച്ച വിളക്ക് കാണാൻ നമുക്ക് വേറൊരു വിളക്കിൻ്റെ സഹായം വേണ്ടി വരാറുണ്ട് അല്ലേ? ഉണ്ട്. അപ്പോൾ അവിടെ വിളക്ക് കത്തുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ ഈ ചില്ലിൽ കരി പിടിച്ച് കിടക്കുകയായതുകൊണ്ട് ഈ പ്രകാശം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഇന്ന് നമ്മളിൽ പലരുടെയും അവസ്ഥ. നമ്മുടെ അവസ്ഥ, ഈ പറയുന്നയാളുടെ അവസ്ഥ ഇതാണ് അല്ലേ? ആ ആത്മപ്രദീപത്തെ പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ആത്മപ്രകാശം നമ്മളിൽ നമ്മളായി പ്രകാശിക്കുന്ന ആ പരമാത്മ ചൈതന്യം ഇന്ന് പൂർണ്ണമായി അനുഭവ വിഷയമാകുന്നില്ല. എന്താ കാരണം? അന്ധക്കരണത്തിലെ മാലിന്യം, അന്ധക്കരണത്തിലെ കരി. ആ കരി അങ്ങ് നീങ്ങിയാൽ ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് ഭഗവാൻ ഗീതയിൽ അർജുനോട് പറഞ്ഞല്ലോ. നമ്മുടെ ഹൃദയ ഗുഹയിൽ നമ്മളായി പ്രകാശിക്കുന്നത് ആരാകുന്നു? ഭഗവാനാകുന്നു. ആ ഭഗവാനെ, ആ ആനന്ദ സ്വരൂപനെ നിറഞ്ഞനുഭവിക്കാം. പിന്നെ അവിടെ ദുഃഖമില്ല, ഭയമില്ല. അതിനെന്താ വേണ്ടത്? ഈ അന്ധക്കരണം ശുദ്ധമാക്കണം, മനോമാലിന്യം നീങ്ങണം. മനോമാലിന്യം നീങ്ങാൻ എന്താ വേണ്ടത്? വെളിച്ചത്തെ കൊണ്ടുവരണം. ഇരുട്ട് നീങ്ങാൻ വെളിച്ചത്തെ കൊണ്ടുവരണം. ഭഗവാനെ ഉപാസിക്കുക. ഭഗവാനെ ഉപാസിക്കുമ്പോൾ ഈശ്വരചിന്ത, നിരന്തര ഈശ്വരചിന്ത ചെയ്യുന്ന സമയത്ത് മനസ്സ് ശുദ്ധമായി വരും. അപ്പോൾ ദീപാവലി ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ ഉള്ളിലെ അജ്ഞതയെ നീക്കി ആ ആത്മപ്രകാശത്തെ, ഈശ്വരപ്രകാശത്തെ കൊളുത്താനുള്ള ദിവസമാണ്. അല്ലെങ്കിൽ കൊളുത്താൻ എന്ന് പറയാൻ വയ്യട്ടോ, അതവിടെ കൊളുത്തിയും കൊണ്ടാണ്. ആ ആത്മപ്രകാശത്തെ അനുഭവിക്കണം. അതിന് ഈ ഇരുട്ടിനെ, ഉള്ളിലുള്ള ഇരുട്ടിനെ അകറ്റുക. അപ്പോൾ ഈ ആത്മപ്രകാശം, ഈ ഈശ്വരപ്രകാശം അനുഭവിക്കാൻ കഴിയും. ദീപാവലിയോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ദീപാവലിയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പറയുമ്പോഴാണ് ശരിയാവുക, ദീപാവലിയുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങൾ ധാരാളമുണ്ട്. പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് രാമനുമായി ബന്ധപ്പെട്ടത്, രണ്ട് കൃഷ്ണനുമായി ബന്ധപ്പെട്ടത്. രാമനുമായി ബന്ധപ്പെട്ടത് ശ്രീരാമൻ രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുത്ത് 14 കൊല്ലത്തെ വനവാസമൊക്കെ കഴിഞ്ഞ് അയോധ്യയിലേക്ക് എഴുന്നള്ളുകയാണ്. ഹനുമാൻ മുഖേന ഭരതൻ അറിയുന്നു ശ്രീരാമസ്വാമി എത്തിയിട്ടുണ്ട്, ഭരദ്വാജാശ്രമത്തിൽ എത്തിയിട്ടുണ്ട്, ഇപ്പം ഇവിടെ എത്തുന്ന. അത് അറിഞ്ഞതോടുകൂടി അത്യന്തം സന്തോഷത്തോടുകൂടി ഭരതൻ നാട്ടുകാരെ മുഴുവൻ വിവരം അറിയിക്കുന്നു. 14 കൊല്ലമായിട്ട് അവർ ഏതൊരു മുഹൂർത്തത്തിനായിട്ടാണോ കാത്തുനിന്നത്, ആ മുഹൂർത്തം ഇതാ എത്തിക്കഴിഞ്ഞു. തങ്ങളുടെ ശ്രീരാമൻ ഇതാ എത്തിയിരിക്കുന്നു. ധർമ്മസ്വരൂപിയായ ശ്രീരാമൻ, ധർമ്മത്തിൻ്റെ വിഗ്രഹമൂർത്തിയായ ശ്രീരാമൻ ഇതാ വരുന്നു എന്നറിഞ്ഞ അയോധ്യാവാസികൾ അത്യന്തം സന്തുഷ്ടരായി, സന്തോഷചിത്തരായി അവർ ശ്രീരാമസ്വാമിയെ എതിരേൽക്കുകയാണ്. വാൽമീകി രാമായണത്തിൽ നോക്കിയാൽ കാണാം, അയോധ്യ മുഴുവൻ അണിഞ്ഞൊരുങ്ങി, വീടുകളൊക്കെ അലങ്കരിക്കപ്പെട്ടു, കൊടിതോരണങ്ങളൊക്കെ ഉയർത്തപ്പെട്ടു, വിളക്കുകൾ കത്തിച്ചു വെച്ചു, തെരുവുകളൊക്കെ ആ വിളക്കിൻ്റെ പ്രകാശം രാത്രി ഇല്ലാതെയായി. വീടുകളിലും തെരുവുകളിലും മുഴുവൻ വിളക്കുകൾ കത്തിച്ചു വെച്ച് അയോധ്യ മുഴുവൻ അണിഞ്ഞൊരുങ്ങി ആ ധർമ്മസ്വരൂപനായ ശ്രീരാമനെ കാത്തു നിൽക്കുന്നു. ആ ദിവസമാണ് ദീപാവലി എന്നാണ്. അതാണ് ഈ വിളക്ക് കത്തിച്ചു വയ്ക്കുന്നതിന്, ദീപത്തിന് പ്രാധാന്യം ഉണ്ടായത് എന്നാണ്. അപ്പോൾ അവിടെ നോക്കൂ, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് വാൽമീകി മഹർഷി ശ്രീരാമനെ പറ്റി പറയുന്നത്. രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹസ്വരൂപനാണ്. അപ്പോൾ ധർമ്മസ്വരൂപിയായ ശ്രീരാമൻ വരികയാണ്. ആ ധർമ്മസ്വരൂപിയായ ശ്രീരാമനെ വിളക്ക് കത്തിച്ച് എതിരേൽക്കുക. ധർമ്മത്തെ, ധർമ്മസ്വരൂപിയായ ഭഗവാനെ വിളക്ക് കത്തിച്ച് എതിരേൽക്കുന്ന ദിവസമാണ് ദീപാവലി. അധർമ്മത്തിൻ്റെ പ്രതീകമാണ് രാവണൻ, അല്ലേ? രാവണൻ കരയിപ്പിക്കുന്നവനാണ്, രാമൻ രമിപ്പിക്കുന്നവനാണ്. ആ പദങ്ങളുടെ അർത്ഥം അങ്ങനെയാണ്. അധർമ്മം കരയിപ്പിക്കും, ധർമ്മം രമിപ്പിക്കും, സന്തോഷിപ്പിക്കും. അപ്പം കരയിപ്പിക്കുന്ന രാവണൻ്റെ മുകളിൽ ചിരിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന രാമൻ നേടിയ വിജയം. അധർമ്മത്തിൻ്റെ മുകളിൽ ധർമ്മം നേടിയ വിജയം, അതാകുന്നു ദീപാവലി. ആ അധർമ്മത്തിന് മുകളിൽ ധർമ്മം നേടിയ വിജയം അന്ന് ആ നാട് മുഴുവൻ കൊണ്ടാടി. ഇവിടെയും ഇന്നും ആ സങ്കല്പമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്.
അധർമ്മത്തിന് മുകളിൽ ധർമ്മം നേടിയ വിജയം. നമ്മളിലെ അധർമ്മം അത് ധർമ്മത്താൽ അഭിഭവമാവണം. ധർമ്മചിന്ത വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈ അധർമ്മചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള വാസനകളുണ്ടെങ്കിൽ, ഈ വർദ്ധിതമായ ധർമ്മചിന്തയ്ക്ക് മുന്നിൽ അവ അഭിഭവമായിക്കോളും, അവ നശിച്ചുകൊള്ളും. അപ്പോൾ രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം അതാണ്. പിന്നെ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം, കൃഷ്ണൻ നരകാസുരനെ കൊന്ന ദിവസമാണ് ദീപാവലി എന്ന. ഭഗവാൻ ദ്വാരകയിൽ ദ്വാരകാനാഥനായി കഴിയുന്ന സമയത്ത് നരകാസുരനെ പറ്റി കേൾക്കുന്നു. ദേവേന്ദ്രൻ വന്നിട്ട് ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ, എനിക്ക് അങ്ങയുടെ സഹായം വേണം. എന്താ സഹായം വേണ്ടത്? എൻ്റെ അമ്മയുടെ കുണ്ടലങ്ങൾ നരകാസുരൻ കൊണ്ടുപോയി, അതൊന്ന് അങ്ങ് വീണ്ടെടുത്ത് തരണം. അപ്പം ദേവേന്ദ്രൻ്റെ ആ ആവശ്യമനുസരിച്ച് അതിനു മുന്നേ കുറേ നിരാലംബകളായ സ്ത്രീകളുടെ പ്രാർത്ഥന അത് ഭഗവാനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ നരകാസുരൻ ആരാ? ഭഗവാന്റെയും ഭൂമിദേവിയുടെയും മകനാ. ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോൾ വരാഹമൂർത്തിക്ക് ഭൂമിദേവിയിലുണ്ടായ മകനാണ് നരകാസുരൻ എന്നാണ്. പാരമ്പര്യമൊക്കെ നല്ലതാണെങ്കിലും ഇവൻ നശിച്ചുപോയി, ദുഷ്ടനായി. ഇവൻ തപസ് ചെയ്ത് വരം വാങ്ങി, എന്നെ എൻ്റെ അച്ഛനെ കൊല്ലാൻ കഴിയാവൂ, അമ്മ സമ്മതിക്കും വേണം. സാധാരണഗതിയിൽ നടക്കാൻ പ്രയാസമാണ്. അച്ഛൻ കൊല്ലുകയും അമ്മ സമ്മതിക്കുകയും ചെയ്യണമെങ്കിൽ പ്രയാസമല്ലേ? അതെ. ആ വരം വാങ്ങി വരത്താൽ അഹങ്കാരിയായിട്ട് ഇവൻ ലോകത്തെ ഉപദ്രവിച്ചു തുടങ്ങി. പ്രാഗ്ജ്യോതിഷപുരമായിരുന്നു ഇവൻ്റെ സ്ഥാനം, വാസസ്ഥാനം. ഇന്നത് ഗുവാഹത്തി ആ ഭാഗമാണെന്നാണ് പറയാറ്. ശരി. അപ്പോൾ ഈ നരകാസുരൻ ലോകത്തെ ഉപദ്രവിച്ചുകൊണ്ട് തൻ്റെ പ്രാഗ്ജ്യോതിഷപുരത്തിൽ കഴിയുന്നു. സുന്ദരികളായ ധാരാളം സ്ത്രീകളെ ഇവൻ തട്ടിക്കൊണ്ടുവന്ന് തടങ്കലിലാക്കി അവരെ പലതരത്തിൽ ഉപദ്രവിക്കുന്നു. അപ്പോൾ അവരുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അപ്പോഴാണ് ദേവേന്ദ്രൻ്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ ദേവേന്ദ്രൻ്റെ ആവശ്യം. ഈ അതിഥിയുടെ കുണ്ടലങ്ങൾ ഇയാൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടേ. അപ്പോൾ ഇതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നരകാസുരൻ്റെ പ്രാഗ്ജ്യോതിഷപുരത്തിലേക്ക് പുറപ്പെടുന്നു. കൂടെ സത്യഭാമയെയും കൂട്ടുന്നു. ഈ സത്യഭാമ ഭൂമിദേവിയുടെ അംശമാണ്. അപ്പോൾ അമ്മ സമ്മതിക്കും വേണമല്ലോ, അതിനാണ് ഈ സത്യഭാമയും കൂട്ടിയത്. അവിടെ ചെന്ന് ഗംഭീരമായിട്ടുള്ള യുദ്ധത്തിൽ നരകാസുരനെ മന്ത്രിയായ മുരനെ കൊന്നു. അതിനുശേഷം നരകാസുരനുമായി ഗംഭീര യുദ്ധം. ആ യുദ്ധത്തിൽ നരകാസുരനെ കൊന്ന് ഈ സ്ത്രീകളെയൊക്കെ മോചിപ്പിച്ചു. തങ്ങൾക്ക് പോകാനൊരിടമില്ല, ഇത്രയും കാലം അന്യപുരുഷൻ്റെ തടവറയിൽ കഴിഞ്ഞ ഞങ്ങളെ സമൂഹം സ്വീകരിക്കില്ല, പഴച്ചവരെന്ന് മുദ്രകുത്തിയേക്കാം, ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഇനി സാധിക്കില്ല, അങ്ങ് കൈവിടരുതേ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, ഒട്ടും ഭയപ്പെടും വേണ്ട, എൻ്റെ ദ്വാരകയിലേക്ക് പോയിക്കോളൂ, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം. അങ്ങനെ ആ സ്ത്രീകളെയൊക്കെ ഭഗവാൻ സംരക്ഷിച്ചു. അതിനുശേഷം ഈ കുണ്ടലങ്ങൾ അതിഥിക്ക് എന്നെ കൊണ്ടു കൊടുത്തു, ദേവേന്ദ്രൻ അതിഥിക്ക് എന്നെ കൊണ്ടു കൊടുത്തു എന്നൊക്കെ ആ കഥ അങ്ങ് പോകുന്നു. അപ്പം കൃഷ്ണൻ നരകാസുരനെ കൊന്ന ദിവസമാണ് ഈ ദീപാവലി എന്നാണ്. അപ്പോൾ ഈ രണ്ട് ഐതിഹ്യത്തിലും ആസുരികതയ്ക്ക് മുകളിൽ ദൈവികത വിജയം വരിച്ചതാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ അസുരൻ ദേവൻ എന്നൊക്കെ പറയുന്നത് ആരാ? വേറെ എവിടെയെങ്കിലും ഈ ലോകത്തിലൊന്നല്ലാതെ വേറെ ചില ലോകങ്ങളിലുള്ള പ്രത്യേക ജീവി വിഭാഗങ്ങളാണോ? അല്ല. അസുഷു ഇന്ദ്രിയേഷു രമന്തേ അസുരഹ എന്നാണ്. ഇന്ദ്രിയാരാമന്മാരാണ് അസുരന്മാർ. ഇന്ദ്രിയ സുഖങ്ങളിൽ രമിക്കുന്ന ആൾക്കാർ, ഇന്ദ്രിയ സുഖങ്ങളെ പരമമായിട്ട് കാണുന്നവർ, ശരീരസുഖത്തെ പരമമായി കണ്ട് തൻ്റെ ശരീരസുഖത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാർ, അവരാകുന്നു അസുരന്മാർ. ഈ ആസുരികത ലോകത്തെ ഇരുട്ടിലാഴ്ത്തുന്നു, ലോകത്തെ താഴ്ത്തുന്നു. അപ്പോൾ ഈ ആസുരികതയെ ഇല്ലായ്മ ചെയ്യുമ്പോഴേ ഇരുട്ട് നീങ്ങി വെളിച്ചം വരുള്ളൂ, ലോകം ഉയരുള്ളൂ, സമൂഹം ഉയരുള്ളൂ. ഇവിടെ ദൈവികതയെ കൊണ്ട് ആസുരികതയെ നശിപ്പിക്കുക. നമ്മളിൽ ഈ ആസുരികത ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പം നമ്മളിലെ ആസുരീ സമ്പത്തിനെ ദൈവീ സമ്പത്തിനെ ആശ്രയിച്ചിട്ട് ഇല്ലാതെയാക്കണം എന്നർത്ഥം. അപ്പോൾ ദൈവീ സമ്പത്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഈശ്വരചിന്ത, ധാർമ്മികമായ ജീവിതം, സർവചരാചരങ്ങളിലും സത്യമായി പ്രകാശിക്കുന്നത് ഭഗവാനാണ് എന്ന് നിരന്തരം വിചാരം ചെയ്യുക. തൻ്റെ ജീവിതം ലോകമായ ഭഗവാനായിക്കൊണ്ടുള്ള സമർപ്പണമായിട്ട് ജീവിക്കുക. അതാകുന്നു യജ്ഞം, അതാകുന്നു ദൈവീ സമ്പത്തിനെ ആശ്രയിക്കൽ. അവിടെ ആസുരികത നശിക്കും എന്നർത്ഥം.
അപ്പം ആസുരികതയ്ക്ക് മുകളിൽ ദൈവികത നേടിയ വിജയമാണ് ദീപാവലി. അജ്ഞതയ്ക്ക് മുകളിൽ ജ്ഞാനം കൈവരിച്ച വിജയം, ഇരുട്ടിന് മുകളിൽ വെളിച്ചം കൈവരിച്ച വിജയം, ഇതൊക്കെ നമ്മളിൽ നടക്കേണ്ടതാണ്. ആസുരികതയ്ക്ക് കാരണം അജ്ഞതയാണ്. അജ്ഞത നമ്മെ അന്ധകാരത്തിൽ പെടുത്തുന്നു. ആ അജ്ഞത നീങ്ങണം. അജ്ഞത നീങ്ങുക എപ്പോഴാണ്? ശുദ്ധമായ ജ്ഞാനത്തെ, സർവവും ഭഗവാൻ എന്ന ആ ജ്ഞാനത്തെ ഉപാസിക്കുമ്പോൾ, സകലത്തിലും ഈശ്വരനെ കാണുമ്പോൾ ആസുരികത നശിക്കും, ഇരുട്ട് നീങ്ങും, ആ ആനന്ദസ്വരൂപനായ ഭഗവാൻ ഹൃദയത്തിൽ നിറഞ്ഞു പ്രകാശിക്കും. ഹൃദയത്തിൽ ഭഗവാൻ നിറഞ്ഞു പ്രകാശിക്കുമ്പോൾ പുറമേയും ഭഗവാൻ, കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതൊക്കെ ഭഗവാൻ, പരമമായ ആനന്ദം. അപ്പോൾ ഈ ദീപാവലി, ഇനിയും വരുന്ന ദീപാവലികളൊക്കെ ഇതേപോലെ ഈശ്വരചിന്തയോടുകൂടി നമ്മളിലെ ആസുരീ സമ്പത്തിനെ ഇല്ലാതെയാക്കി ദൈവീ സമ്പത്തിനെ വർദ്ധിപ്പിച്ച് പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുവാനുള്ള ഉപാസനാ ദിനങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദീപാവലി ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.